ഉമ്മൻചാണ്ടിയും പി ജെ ജോസഫുമായി നടത്തിയ കൂടിക്കാഴ്ച അവസാനിച്ചു. കോൺഗ്രസുമായുള്ള ചർച്ചകൾ അല്പസമയത്തിനകം ആരംഭിക്കും. പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. UDF നേതൃത്വം കൂട്ടായി ആലോചിച്ച് ഒരു തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്ക് മത്സരിക്കാനാവുമെന്ന് ഇനി ശുഭാപ്തി ഞാൻ എപ്പോഴും പ്രശ്നങ്ങൾ എന്തായാലും കേരള കോൺഗ്രസിലെ തർക്ക പരിഹാരത്തിനായി പി ജെ ജോസഫ് നടത്തിയ കൂടിക്കാഴ്ച, ഉമ്മൻചാണ്ടിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നാണ് പി ജെ ജോസഫിന്റെ പ്രതികരണം. എന്നാൽ ഉമ്മൻചാണ്ടി അത്തരത്തിലുള്ള ഉറപ്പുകളൊന്നും നൽകിയിട്ടില്ല. ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സമയത്ത് പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാകരുത്, അത്തരത്തിലൊരു നീക്കം പി ജെ ജോസഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം UDF നേതാക്കളുമായുള്ള നിർണായക യോഗം ചേരാനിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നീ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുമോ അതോ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ യോഗത്തിന് ശേഷമാകും അറിയാൻ കഴിയുക. KM മാണിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വരേണ്ടതുണ്ട്. പി ജെ ജോസഫ് എന്ത് തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് നിർണായകമായ കാര്യം. ആ ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നതും. പി ജെ ജോസഫ് ഇനിയൊരു സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഈ യോഗത്തിന് ശേഷം അറിയാൻ കഴിയും. എന്തായാലും കോട്ടയത്തെ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് അദ്ദേഹം പ്രചരണവും ആരംഭിച്ച ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. VR കാർത്തിക് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. കാർത്തിക്, ശുഭാപ്തി വിശ്വാസമുണ്ടെന്നാണ് പി ജെ ജോസഫ് പ്രതികരിച്ചത്. ഈ ഒരു ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തെ എത്രത്തോളം സഹായിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമ്മൻചാണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ നൽകിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ കാർത്തിക്? ചില ബദൽ നിർദ്ദേശങ്ങൾ പി ജെ ജോസഫ് മുന്നോട്ട് വെച്ചു. അതിൽ പ്രധാനം സീറ്റ് വെച്ചുമാറ്റം തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് കണ്ടറിയണം. കാരണം KM മാണിയോ ജോസ് കെ മാണിയോ സീറ്റ് വെച്ചുമാറുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറാകില്ല. അത്തരം സാധ്യതകളെല്ലാം തന്നെ വിദൂരമാണ്. 2, കൂറുമാറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവർ ഭയപ്പെടുന്നു. അത്തരം നീക്കങ്ങൾ ഒന്നും ഉണ്ടാവില്ല, KM മാണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന വ്യക്തമായ ഒരു ഉറപ്പ് വേണം. ആ ഉറപ്പിന് കോൺഗ്രസ് നേതാക്കൾ ഇടപെടണം എന്ന ഒരു നിർദ്ദേശം പി ജെ ജോസഫ് ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ വച്ചു. മറ്റൊന്ന്, കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണിയെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കങ്ങൾ സജീവമായി നടക്കുന്നു എന്ന് പി ജെ ജോസഫ് വിഭാഗം സംശയിക്കുന്നു. അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ അതിൽ പി ജെ ജോസഫിന്റെ അഭിപ്രായം കൂടി അവിടെ കണക്കിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നൊരു നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഫലപ്രദമായ ഇടപെടൽ ആ ഇടപെടൽ ആവശ്യമാണ് എന്നാണ് പി ജെ ജോസഫ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ബദൽ നിർദ്ദേശങ്ങൾ. എന്നാൽ ഉമ്മൻചാണ്ടി ഈ ഘട്ടത്തിൽ സീറ്റ് വെച്ചുമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു ഉറപ്പും പി ജെ ജോസഫിന് നൽകിയില്ല. പാർട്ടി ഒരു പിളർപ്പിലേക്ക് ഇപ്പോൾ പോകുന്നത് സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കും എന്നൊരു നിർദ്ദേശം ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചു. അതോടൊപ്പം UDF വിടുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്കോ അത്തരം നീക്കങ്ങളെ കുറിച്ചോ ആലോചിക്കുന്നില്ല എന്ന വ്യക്തമായ ഉറപ്പ് പി ജെ ജോസഫും ഉമ്മൻചാണ്ടിക്ക് നൽകിയതായാണ് വിവരം. ഇപ്പോൾ പി ജെ ജോസഫ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലെത്തി. ഈ പി ജെ ജോസഫിനോട് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒരുമിച്ചിരുന്ന് ഒരു കൂടിക്കാഴ്ച കൂടി ഇനി നടക്കും. അമീന. ശരി കാർത്തിക്, കിരൺ ബാബുവിലേക്ക് കൂടി പോവുകയാണ്. കിരൺ, എന്തായാലും വളരെ നിർണായകമായ ഒരു യോഗത്തിനാണ് കളമൊരുങ്ങുന്നത്. പി ജെ ജോസഫ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയതായിട്ട് ഉള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കേരള കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് പോകുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരു സമവായം നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ യോഗത്തിന് ശേഷമാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗത്തിന്റെ, ഈ ഒരു ചർച്ചയുടെ പ്രാധാന്യം അത് എത്രത്തോളമാണ്, ഏത് രീതിയിലുള്ള ഒരു തീരുമാനങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പ് ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിന്റെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും ഭാഗത്തുനിന്ന് അതിശക്തമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. രാവിലെ മുതൽ മാരത്തോൺ ചർച്ചകൾ നടക്കുകയാണ്. പി ജെ ജോസഫുമായി നേരിട്ടും മറ്റ് നേതാക്കളുമായി ടെലിഫോണിലും ഇത്തരം ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചകൾക്കെല്ലാം ഒടുവിലാണ് വീണ്ടും കോൺഗ്രസിന്റെ 3 നേതാക്കൾ ഒരുമിച്ചിരുന്നുകൊണ്ട് പി ജെ ജോസഫുമായി ചർച്ച നടത്തും. ഈ ചർച്ചയോടുകൂടി ഒരു ധാരണയാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. പി ജെ ജോസഫ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഉപാധി, ഉമ്മൻചാണ്ടിയാണ് കോട്ടയത്ത് മത്സരിക്കുന്നതെങ്കിൽ
മാറാൻ തയ്യാറാണ്, തന്റെ മത്സരത്തിനുള്ള ക്ലെയിം അവസാനിപ്പിക്കാൻ താൻ തയ്യാറാണ്. ഈ ഒരു നിർദ്ദേശത്തിന് പിന്നിൽ നേരത്തെ കോൺഗ്രസിന്റെയും പരിഗണനയിലുള്ള ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ഇത്. കോട്ടയം ഇടുക്കി സീറ്റുകൾ വെച്ചു മാറുക. കോട്ടയം ഇടുക്കി സീറ്റുകൾ വെച്ചു മാറിയാൽ സ്വാഭാവികമായും കോട്ടയം സീറ്റിലേക്ക് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, കോട്ടയത്ത് ഇപ്പോഴും കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള സാധാരണ പ്രവർത്തകർ തമ്മിലുള്ള താഴെത്തട്ടിലെ പ്രവർത്തകർ തമ്മിലുള്ള ഒരു ഐക്യം ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തവണ ഇടയ്ക്ക് വെച്ച് മുന്നണി വിട്ടുപോകുകയും ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് ജില്ലാ പഞ്ചായത്തിൽ ഭരണം നടത്തുകയും ചെയ്താണ് കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസ് എം വഞ്ചിച്ചു എന്ന തരത്തിൽ താഴെത്തട്ടിൽ കോൺഗ്രസിന് ശക്തമായ വികാരമുണ്ട്. ഇന്നലെ DCCയിലടക്കം കേരള കോൺഗ്രസ് എം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഈ വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് എന്ന മട്ടിലുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പരിപൂർണമായ ഒരു പിന്തുണ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പിന്തുണ ഉറപ്പാക്കാൻ നേതാക്കൾക്കടക്കം പ്രയാസമുണ്ട് എന്ന് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 2 സീറ്റുകൾ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ഈ 2 സീറ്റുകൾ വെച്ചു മാറുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ PJ ജോസഫും ഇത് അംഗീകരിക്കാൻ തയ്യാറാവും. PJ ജോസഫ് സ്ഥാനാർത്ഥിയിൽ നിന്ന് മാറി നിന്നാൽ അത് അംഗീകരിക്കാൻ ഒരു പരിധിവരെ ചിലപ്പോൾ KM മാണിയും തയ്യാറായേക്കും. KM മാണിയെ സംബന്ധിച്ച് PJ ജോസഫ് സ്ഥാനാർത്ഥിയാവരുത് എന്നാണ് ഏറ്റവും പരമപ്രധാനം. ജോസ് കെ മാണി MP ആണ്. ജോസ് കെ മാണി MP ആയിരിക്കുമ്പോൾ മറ്റ് PJ ജോസഫിനെ പോലെ ജോസ് കെ മാണിയേക്കാൾ മുതിർന്ന ഒരു MP വന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു UPA സർക്കാർ വരികയും അവിടെ ഒരു മന്ത്രിസ്ഥാനത്തിന് സാധ്യത ലഭിക്കുകയും ചെയ്താൽ ആ മന്ത്രിസ്ഥാനം ജോസ് കെ മാണിക്ക് ലഭിക്കില്ല, പാർട്ടിയിലെ വർക്കിംഗ് ചെയർമാനായ PJ ജോസഫിനാവും ലഭിക്കുക. ഇത് ഒരിക്കലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ KM മാണി തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ PJ ജോസഫ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ KM മാണിയും അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത് തന്നെയാവും തീരുമാനം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഓരോരോ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ പുതിയ പുതിയ നിർദ്ദേശങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള സീറ്റിൽ നിന്ന് സ്ഥാനാർത്ഥിയെ മാറ്റി നിശ്ചയിക്കുക അല്ലെങ്കിൽ കോട്ടയത്ത് തന്നെ മാറ്റിയാൽ 2 സീറ്റുകളിലെ വിജയത്തെ ബാധിക്കും. അതുകൊണ്ട് അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ലീഗ് നേതൃത്വത്തിന്റെയും പരിപൂർണമായ പിന്തുണ ഇതിനുണ്ട്. ജോസഫിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ മുന്നണി വിട്ടുപോയ കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുമുന്നണിയുമായി ചർച്ച നടത്തുകയും CPM-മായി അടക്കം ചർച്ച നടത്തി ഇടതുമുന്നണിയിലേക്ക് നീങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും UDF-ലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്തത് പ്രധാനമായും PJ ജോസഫാണ്. PJ ജോസഫ് നിരന്തരം കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നതും ലീഗ് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നതും ഇതാണ്. ഇത് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് പോകേണ്ടതായിരുന്നു. എന്റെ ഒറ്റ ഒരാളുടെ നിലപാട് കൊണ്ടാണ് ഇത് തിരിച്ച് UDF-ലേക്ക് മടങ്ങി വന്നത്. അത് UDF നേതൃത്വം എപ്പോഴും ഓർക്കണം. ആ പരിഗണന എനിക്ക് നൽകണം എന്നുള്ള ആവശ്യമാണ് PJ ജോസഫ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അപമാനിതനായി നിൽക്കുകയാണ് ഞാൻ. ഈ നിലയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നെ കടുത്ത തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കരുത്. കഴിഞ്ഞ ദിവസം തന്നെ PJ ജോസഫ് ഒരു പ്രഖ്യാപനത്തിന് മുതിർന്നതാണ്, അല്ലെങ്കിൽ ഒരു പരസ്യമായ ഒരു പ്രസ്താവനയ്ക്ക് മുതിർന്നതാണ്. അന്ന് ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് രാത്രി ഫോണിൽ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത്, ഒരു കാരണവശാലും അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകരുത്, ഈ തീരുമാനം ഞങ്ങളുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക എന്നൊരു നിർദ്ദേശം വെച്ചത്. ഇപ്പോഴും ഈ ചർച്ചകളാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ചർച്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഇതാണ്: ഉമ്മൻചാണ്ടിയാണ് സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് വരുന്നതെങ്കിൽ ആ ഇതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ, സ്ഥാനാർത്ഥി എന്ന അവകാശവാദത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ജോസഫ് തയ്യാറാവും. പക്ഷേ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും സീറ്റ് വെച്ചു മാറുക എന്നതിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിർദ്ദേശത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസും കേരള കോൺഗ്രസും പോകുന്നത്. ആ വെച്ചുമാറ്റം എത്രത്തോളം അനുവദിക്കും എന്നുള്ളത്, അതിൽ എത്രത്തോളം സമ്മതിക്കും എന്നുള്ളത് വിഷയമുണ്ട്. മാണിയെ സംബന്ധിച്ച് കോട്ടയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഏറ്റവും, അവർ പറഞ്ഞത് നേരത്തെ KM മാണി ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത് ഹൃദയം പറിച്ചു നൽകുന്നതിന് തുല്യമാണ്, നിങ്ങൾ ചോദിക്കുന്നത് എന്റെ ഹൃദയമാണ്, അത് പറിച്ചു നൽകാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരം ഒരു വൈകാരിക നിലപാട് അദ്ദേഹം തുടരുമോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തോമസ് ചാഴിക്കാടിന് പകരം മറ്റു സ്ഥാനാർത്ഥിയെ, ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെ പുതുതായി കൊണ്ടുവരാൻ അംഗീകരിക്കുമോ തുടങ്ങിയ ചർച്ചകളെല്ലാം ഇനി ഉണ്ടാവും. അതെല്ലാം വരും മണിക്കൂറുകളിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ വിഷയത്തിൽ എന്താണ് ഒരു തീരുമാനം ഉണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയും. തൽക്കാലം ഒരു പിളർപ്പിലേക്ക് ഇപ്പോൾ ഉടനെ നീങ്ങുന്നു എന്നൊരു സൂചന മാത്രം നമുക്ക് ലഭിക്കുന്നില്ല. അനുകൂലമായ പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. കിരൺ, വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒന്ന് തന്നെയാണ്. ആ ഒരു അവസരത്തിൽ കേരള കോൺഗ്രസിലെ ഒരു പിളർപ്പ് അത്ര കണ്ട് പാർട്ടിക്ക് ശോഭനമായിരിക്കുക ഇല്ല എന്നുള്ള ഒരു സ്ഥിതി കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു സമവായം, PJ ജോസഫുമായുള്ള ഒരു സമവായ നീക്കം, അത് എത്രത്തോളം വിജയം കാണും, അതിന് എത്രത്തോളം UDF നേതാക്കളും ശ്രമിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പിന്നെ സാധാരണ നിലയിൽ ഒരു പാർട്ടിയിലെ കേരള കോൺഗ്രസ് എമ്മിലെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ തരത്തിൽ കോൺഗ്രസ് നേതൃത്വമോ ലീഗ് നേതൃത്വമോ ഇടപെടാനുള്ള സാധ്യത കുറവാണ്. അത് ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന രീതിയിലാണ്. UDF-ലെ പൊതുവായ രീതിയും അതുതന്നെയാണ്. ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നത്തിൽ മുന്നണിയോ അല്ലെങ്കിൽ മറ്റ് പ്രധാന കക്ഷികളോ ഇടപെടാതിരിക്കുക എന്നുള്ള രീതി തന്നെയാണ് ഉള്ളത്. എന്നാൽ ഇപ്പോഴേ ആ രീതിയെല്ലാം മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ വിജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് ഭേദമന്യേ പ്രധാന 3 നേതാക്കളുടെയും അഭിമാന പ്രശ്നം തന്നെയാണ്. അവരുടെ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ മത്സരിക്കണം എന്ന തരത്തിലേക്ക് കോൺഗ്രസിൽ അതിശക്തമായ ചർച്ച വരുന്നത്. ജോസഫ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കേരള കോൺഗ്രസ് എമ്മിലെ വിഷയം മാത്രമായി കോൺഗ്രസുകാർ തള്ളിക്കളഞ്ഞാൽ ഒരു പിളർപ്പിലേക്കാവും നീങ്ങുന്നത്. തൽക്കാലം ജോസഫ് ഇടതുമുന്നണിയിലേക്ക് പോകില്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ പോലും പാർട്ടി പിളരുന്നു എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകും. പാർട്ടി പിളർപ്പിന്റെ അന്തരീക്ഷം ഉണ്ടായാൽ ഇത് കോട്ടയം സീറ്റിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെയും ഇടുക്കിയിൽ ജോസഫിനെ സംബന്ധിച്ച് സ്വാധീനമുണ്ട്. ജോസഫിന് ഇടുക്കിയിൽ വ്യക്തമായ വോട്ടുണ്ട്. ജോസഫിനെ വല്ലാതെ മുറിപ്പെടുത്തിയാൽ അത് മുന്നണിയുടെ ഇടുക്കിയിലെ വിജയസാധ്യത അടക്കം ബാധിക്കും. കോട്ടയത്തെ മാത്രമല്ല, ഇടുക്കിയിൽ
ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് ആണ് മത്സരിക്കേണ്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത അടക്കം ബാധിക്കും. അങ്ങനെ 2 സീറ്റുകൾ വിട്ടു നൽകിക്കൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നത്തെ വിട്ടു നൽകാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ കോൺഗ്രസിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ സജീവമായി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അവർ പല വഴിക്ക് ഇതിൽ സമ്മർദ്ദം ചെലുത്തും. ഏത് വിധേനയും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ആഴ്ച തന്നെ ഈ വിഷയത്തിൽ ഒരു അനുകൂലമായ സമവായം ഉണ്ടാക്കണം, ഏതെങ്കിലും തരത്തിൽ സമവായം ഉണ്ടാക്കണം. ആ സമവായത്തിന് PJ ജോസഫും ഒരു പരിധിവരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം, KM മാണിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം എന്നുള്ള നിർദ്ദേശമാണുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോമസ് ചാഴിക്കാടൻ തന്നെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പിന് PJ ജോസഫ് തയ്യാറല്ല. പക്ഷേ PJ ജോസഫ് തയ്യാറാവുന്നത് താൻ സ്ഥാനാർത്ഥിത്വത്തിൽ തന്റെ അവകാശവാദം പിൻവലിക്കാൻ ജോസഫ് തയ്യാറായേക്കും. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ സ്വാഭാവികമായും KM മാണിയും മാണിയുടെ ഇപ്പോഴത്തെ നിലപാട് തോമസ് ചാഴിക്കാടൻ തന്നെ കോട്ടയത്ത് മത്സരിക്കുമെന്ന നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വരും. അങ്ങനെ മാറ്റം വരുത്തേണ്ടി വന്നാൽ പകരം മറ്റു സ്ഥാനാർത്ഥി വേണോ, അതോ കോട്ടയവും ഇടുക്കിയും തമ്മിൽ വെച്ച് മാറണോ, അത് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥി വിഷയത്തിൽ ഇന്ന് രാത്രിയിൽ രാഹുൽ ഗാന്ധി തൃശൂർ രാമനിലയത്തിലുണ്ട്. ഇന്ന് രാത്രിയും നാളെ രാവിലെയും അദ്ദേഹത്തിന് 11 മണിക്ക് മുമ്പ് പരിപാടികളില്ല. ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായി കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഇന്ന് തൃശൂർ എത്തുന്നുണ്ട്. അവർ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ആരെല്ലാം മത്സരിക്കണം, അല്ലെങ്കിൽ എവിടെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിലും അതോടൊപ്പം തന്നെ MLA ആരൊക്കെ മത്സരിക്കണം, ഈ വിഷയത്തിലെല്ലാം ഒരു തീരുമാനം ഇന്നുണ്ടാവുമെന്നാണ് പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെ ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുമായി അത്തരം ഒരു തുറന്ന ചർച്ചയ്ക്കുള്ള ഒരു സമയം ലഭിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനുള്ള സമയമുണ്ട്. അത്തരം ഒരു ചർച്ച നടത്താനാണ് ഇവരെല്ലാം ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചയിൽ ഉമ്മൻചാണ്ടിയുടെ മത്സര വിഷയത്തിലടക്കം ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഈ കേരള കോൺഗ്രസിന്റെ പ്രശ്നപരിഹാരമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ചർച്ച ഒരു 3 പേർ കൂടി ഒരു ചർച്ച നടത്തി ഇതുകൊണ്ട് കൃത്യമായ ഒരു ഫോർമുല ഉണ്ടായി ഇവിടം കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്ന മട്ടിലേക്ക് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ തൽക്കാലം പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഒരുപാട് ഓപ്ഷനുകൾ ഇവർക്ക് മുന്നിൽ ഒന്നിലേറെ വഴികൾ തുറന്നിട്ടുകൊണ്ടാണ് കോൺഗ്രസ് ചർച്ച നടത്തുന്നത്. ഈ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് എത്തിക്കൊണ്ട് ഈ പാർട്ടിയെ പിളർപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള പരമാവധി പരിശ്രമവും കോൺഗ്രസ് നടത്തുക. ശരി കിരൺ, തുടരുക. ഇപ്പോൾ കോട്ടയത്ത് നിന്നും ശ്രീജിത്ത് കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, ഇങ്ങ് തിരുവനന്തപുരത്ത് നിർണായകമായ ചർച്ചകൾ നടത്തുമ്പോൾ കോട്ടയത്തെ ആ ഒരു അവസ്ഥ എന്താണ്? തോമസ് ചാഴികാടൻ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ടോ? കോൺഗ്രസിലെ താഴെത്തട്ടിലുള്ള നേതാക്കൾ പിന്തുണ അർപ്പിക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു വിവരം? KM മാണിയും കേരള കോൺഗ്രസ് എമ്മും തോമസ് ചാഴിക്കാടിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പല എതിർപ്പുകളുമുണ്ട്. സംസ്ഥാന UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും എടുക്കുന്ന നിലപാടുകൾ കൂടി പരിഗണിച്ചായിരിക്കും തുടർന്ന് ഈ വിഷയത്തിൽ ചാഴിക്കാടൻ ഉൾപ്പെടെ പരസ്യ പിന്തുണയുമായി അല്ലെങ്കിൽ പ്രചരണത്തിലേക്ക് ചാഴിക്കാടനുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ KM മാണി തീരുമാനം പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇന്നലെ ഉൾപ്പെടെ DCC അധ്യക്ഷൻ ജോഷി ഫിലിപ്പ് അടക്കം നമ്മളോട് സംസാരിച്ചപ്പോൾ ഇതൊരു തീരുമാനമായി എന്ന നിലയിൽ ചാഴിക്കാടനെ സ്വാഗതം ചെയ്തുകൊണ്ട് കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നില്ല. പക്ഷെ അതിന് അവർ കാത്തിരിക്കുന്നത് സംസ്ഥാന UDF നേതൃത്വത്തിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ ഈ പ്രശ്നപരിഹാരം എങ്ങനെ എന്നത് കാത്തിരുന്ന് തന്നെ കണ്ട ശേഷം ഇറങ്ങാനാണ്. എന്തായാലും KM മാണി പാലയിലെ വസതിയിലാണുള്ളത്. ജോസ് കെ മാണിയും അല്പസമയത്തിനുള്ളിൽ കോട്ടയത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മും ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നിരീക്ഷിച്ചു വരികയാണ്. സ്വാഭാവികമായും ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉമ്മൻചാണ്ടി തന്നെ ആയിരിക്കും ഈ ഒരു വിഷയത്തിൽ സമവായ ചർച്ചകൾക്കായി ഒരുപക്ഷെ പാലയിലേക്കോ KM മാണിയിലേക്കോ എത്താനുള്ള സാധ്യത ഉള്ളത്. കാരണം ജോസഫ് നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ആ നിലപാട് മാണിയെ അറിയിക്കേണ്ടതുണ്ട്. തുടർന്നൊരു സമവായത്തിൽ എങ്ങനെ ഈ പ്രശ്നം അവതരിപ്പിക്കണം എന്നുള്ള ഒരു ചർച്ചയായിരിക്കും ഉണ്ടാകുക. നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പിളർപ്പിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യം ഈ പറഞ്ഞ 2 സീറ്റുകൾ ഇടുക്കി കോട്ടയം സീറ്റുകൾ ബലി കഴിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിലും ആകാത്ത ഒരു സ്ഥിതിയുണ്ട്. മാത്രവുമല്ല PJ ജോസഫിനെ സംബന്ധിച്ച് പിളരുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുന്നു. ഇക്കാര്യത്തിൽ ഈ സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതും നടന്നില്ലെങ്കിൽ മറ്റു പല ലക്ഷ്യങ്ങളും PJ ജോസഫിനെ സംബന്ധിച്ചുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി ചെയർമാൻ സ്ഥാനം അടക്കം ഭാവിയിൽ PJ ജോസഫിലേക്ക് എത്താനുള്ള ചില ശ്രമങ്ങൾ കൂടി അവരുടെ ഭാഗത്തു നിന്ന് ഈ ഉപാധി ചർച്ചയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതായത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഒരു കൂടുതൽ പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ പിളർപ്പാണെങ്കിൽ പിളർപ്പ്, അതല്ലെങ്കിൽ ഇനി ആ സമയത്ത് ചെയർമാൻ സ്ഥാനം അംഗീകരിക്കാതെ വരുന്ന സന്ദർഭമാണെന്നുണ്ടെങ്കിൽ അന്നേരം പിളർന്നു മാറുക. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നിൽ ജോസഫിനെ സംബന്ധിച്ചുള്ളത്. എന്തായാലും പിളർപ്പ് തൽക്കാലം ഉണ്ടാകില്ല എന്ന സൂചനയാണ് ജോസഫ് ക്യാമ്പിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്നത്. ശരി ശ്രീജിത്ത്, എന്തായാലും നിർണായകമായ യോഗം തുടങ്ങിക്കഴിഞ്ഞു. UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് PJ ജോസഫ്. യോഗത്തിന് ശേഷമാണ് സുപ്രധാന തീരുമാനങ്ങളൊക്കെ